ട്രംപ് ഇപ്പൊ അത്ര സന്തോഷത്തിലല്ല. യൂറോപ്പ് ഇന്ത്യയായിട്ട് ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് വന്നു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ഒരു യുദ്ധം തുടങ്ങി വെക്കാനുള്ള പരിപാടിയിലാണെന്നാണ് അമേരിക്ക പറഞ്ഞത്. മദർ ഓഫ് ഓൾ ട്രേഡ്സ് എന്തായിരിക്കും ഈ ഇന്ത്യ യൂറോപ്പ് ട്രേഡ് ഡീലിനെ ഇങ്ങനെ വിളിക്കുന്നത്? FTA അഥവാ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ്. സാധാരണ ഇന്ത്യയിലുള്ള സാധനങ്ങൾ പുറത്തോട്ട് നമ്മൾ കൊണ്ട് വിൽക്കുമ്പോഴും പുറത്തുള്ള സാധനങ്ങൾ ഇന്ത്യ കൊണ്ടുവന്ന് വിൽക്കുമ്പോഴും താരിഫ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അതായത് ടാക്സ്. പൊതുവെ ഈ ഇമ്പോർട്ടിനും എക്സ്പോർട്ടിനും ഒക്കെ അത് ഭയങ്കര കൂടുതലാണ്. അപ്പം ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് എന്ന് പറയുമ്പോൾ ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ബിസിനസ്സിൽ നമ്മൾ ഈ ടാക്സ് അങ്ങ് എടുത്ത് കളയും. ട്രംപ് അണ്ണന്റെ കാര്യം അറിയാലോ, അണ്ണന് ദേഷ്യം വരുമ്പോഴത്തേക്ക് അണ്ണൻ താരിഫ് 100%, 200%, 300%, പുള്ളിയുടെ ഇഷ്ടം പോലെയാണ്. അങ്ങനെ തോന്നുന്ന സമയത്ത് നമ്മളത് കൂട്ടിക്കൊണ്ടിരിക്കും. അണ്ണൻ പറഞ്ഞത് ഏതെങ്കിലും ഒരു രാജ്യം അനുസരിച്ചില്ലെങ്കിൽ അവർക്ക് ഇരിക്കട്ടെ 300% താരിഫ്. അങ്ങനെയാണ് അണ്ണന്റെ ഒരു രീതി. എന്നിട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ പറയും ഞാൻ ഗ്രീൻലാൻഡ് പിടിച്ചടക്കും, എൻ്റെ അടുത്തുള്ള രാജ്യങ്ങളൊക്കെ എടുക്കും. ഇങ്ങനെ പുള്ളിയുടെ ഒരു പൊതു രീതി അങ്ങനെയാണ്. അപ്പൊ അത് കാരണം എല്ലാവരും ശ്വാസം മുട്ടിയിരിക്കുകയായിരുന്നു. 10-18 വർഷമായിട്ട് ഈ ഇന്ത്യ യൂറോപ്പ് ട്രേഡ് ഡീലിന്റെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇത് കാരണം പൊറുതി മുട്ടിയിട്ടാണ് നമ്മൾ രണ്ട് രാജ്യങ്ങളും അങ്ങനത്തെ ട്രേഡ് ഡീൽ ഉറപ്പിക്കാന്ന് വിചാരിച്ചു. കാരണം ഇപ്പൊ ഈ അമേരിക്കയായിട്ട് ബിസിനസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. ഇന്ന് പുള്ളി ചിരിച്ചോണ്ടിരിക്കും, നാളെ ആയിരിക്കും ഒരു 300% താരിഫ് പറയണത്. അപ്പം ഇത് കണ്ട് മടുത്ത് ജനങ്ങൾ. അതുകൊണ്ടാണ് പിന്നെ വിചാരിച്ച് നമുക്കൊരു പ്രഡിക്റ്റബിലിറ്റി ഉള്ള സ്ഥലത്ത് കൊണ്ടുപോയി ബിസിനസ് ചെയ്യാം. അതാകുമ്പോൾ പിന്നെ നാളെ രാവിലെ ഉറക്കം എണീക്കുമ്പം 300% ടാക്സ് ആയിട്ടൊന്നും എണീക്കേണ്ട ആവശ്യമില്ലല്ലോ. അല്ല, അണ്ണം വിചാരിച്ചിരുന്നത് ഇങ്ങനെ താരിഫ് കുറച്ചും കൂട്ടി കണ്ട രാജ്യങ്ങളെയൊക്കെ അണ്ണം പറയുന്ന രീതിയിൽ നടത്താന്നാണ് വിചാരിച്ചിരുന്നത്. അണ്ണനെ ഇൻക്ലൂഡ് ചെയ്യാതെ യൂറോപ്പും ഇന്ത്യയും കൂടെ കയറി അങ്ങ് ഫ്രീ ട്രേഡ് ഒക്കെ നടത്താന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് തൊട്ട് അണ്ണനൊരു വിഷമമുണ്ട് അതിൽ. യൂറോപ്യൻ യൂണിയനിൽ 10-27 രാജ്യങ്ങളുണ്ട്. അതുകൂടാതെ ഇന്ത്യ, രണ്ടും കൂടെ 2 ബില്യൺ ജനങ്ങളാണ് ഇതിൽ വരുന്നത്. അതായത് മൊത്തം ലോകത്തിന്റെ ഏതാണ്ട് 25% GDPയും ഏതാണ്ട് 30% ട്രേഡും ഈ ഫ്രീ ട്രേഡ് എഗ്രിമെന്റിന്റെ ഉള്ളിലാണ് വരുന്നത്. നമുക്ക് ഏറ്റവും കൂടുതൽ ഗുണം കിട്ടാൻ പോണ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എയർക്രാഫ്റ്റ് എഞ്ചിന്റെ സ്പെയർ പാർട്സ് എന്നീ സാധനങ്ങളൊക്കെ ഭയങ്കര താരിഫിലാണ് നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇതിന്റെ താരിഫ് കുറഞ്ഞിട്ടുണ്ട്. തന്നെ ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ച് ഇവിടെ തന്നെ നമുക്ക് മെയിൻ്റനൻസ്, റിപ്പയർ, ഓവർഹോൾ ഒക്കെ നടത്താനുള്ള സൗകര്യം ഇതുവഴി വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ബോയിങ് എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ എയർക്രാഫ്റ്റ് കമ്പനിയാണ്. എയർബസ് എന്ന് പറയുന്നത് യൂറോപ്യൻ കമ്പനിയാണ്. അപ്പം ബോയിങ്ങിന്റെ താരിഫ് ഇങ്ങനെ കൂടി വെച്ചിരിക്കുമ്പം നമ്മൾ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് വഴി എയർബസിന്റെ സാധനങ്ങൾ ഇന്ത്യയിലോട്ട് ഇറക്കുകയാണെങ്കിൽ അത് നമുക്ക് ചീപ്പായിട്ട് വാങ്ങിക്കാനും പറ്റും. ഇന്ത്യയിലുള്ള ഏവിയേഷൻ സെക്ടർ അത് കുറച്ചുകൂടെ നമുക്ക് കുറച്ചുകൂടെ ചീപ്പായിട്ട് റൺ ചെയ്യാനും പറ്റും. നമ്മൾ യൂറോപ്പിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന സ്പിരിറ്റ്, വൈൻ, പിന്നെ ബിയർ, ഇതിനൊക്കെ ഒരുപാട് താരിഫ് കുറയുന്നുണ്ട്. അതായത് പതുക്കെ ഇതിന്റെയൊക്കെ പൈസ കുറഞ്ഞു തുടങ്ങും. പിന്നെ ലക്ഷറി കാറുകളാണ്, അതായത് BMW, മെഴ്സിഡീസ് ബെൻസ്, വോക്സ്വാഗൻ, ഇതിന്റെയൊക്കെ 110% താരിഫ് എങ്കിൽ അതൊക്കെ അതൊരു 10% എത്തിക്കും. പിന്നെ ഭക്ഷണ സാധനങ്ങൾ, ചോക്ലേറ്റ്, ബിസ്ക്കറ്റ്, ഒലിവ് ഓയിൽ, പാസ്ത എന്ന് പറയുന്ന പ്രീമിയം പ്രൊഡക്ട്സ് ആണ്. അതായത് നമ്മളുടെ ഫുഡ് സെക്യൂരിറ്റിയെ ബാധിക്കാത്ത പ്രീമിയം പ്രൊഡക്ട്സിന്റെയൊക്കെ താരിഫും കുറച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ക്വാട്ട ബേസ്ഡ് ആണ്. അതായത് താരിഫ് കുറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ എല്ലാ സാധനങ്ങളും കൂടെ ഇന്ത്യ കൊണ്ടുപോയി വിറ്റിട്ട് ഇതിലുള്ള പൈസ മുഴുവൻ അങ്ങോട്ട് കൊണ്ട് ആ പരിപാടി അല്ല. ബ്രിട്ടീഷുകാർ പണ്ട് ചെയ്ത പരിപാടി അല്ല. ഒരു പ്രത്യേക ലിമിറ്റ് വരെ മാത്രമേ കുറച്ച താരിഫിൽ നമ്മൾ അവിടുന്ന് ഇമ്പോർട്ട് ചെയ്യുന്നുള്ളൂ. അതായത് ഇവിടുത്തെ ആൾക്കാർക്ക് വേണമെന്നുള്ളവർക്ക് വാങ്ങിക്കാം. ഇപ്പൊ നമ്മളെപ്പോഴും പറയൂലേ, ഇന്ത്യ വിട്ട് എന്ത് സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ രുചിയും ക്വാളിറ്റിയും കൂടുതലായിരിക്കും. ഇന്ത്യക്കകത്ത് വന്നു കഴിഞ്ഞാൽ അതിനൊക്കെ ക്വാളിറ്റി കുറവായിരിക്കും എന്ന് പറഞ്ഞ ഒരു പരിപാടി ഇല്ലേ. സോ നമുക്ക് പ്രീമിയം ക്വാളിറ്റിയിലുള്ള പ്രൊഡക്ട്സ് ഒക്കെ കൺസ്യൂമേഴ്സിന് കുറച്ചുകൂടെ അവൈലബിൾ ആയിരിക്കും. പക്ഷെ എന്നും പറഞ്ഞ് ഇതെല്ലാം കൂടി ഇങ്ങോട്ട് ഇറച്ചി കയറുമ്പോൾ ഇവിടുത്തെ ആൾക്കാർക്ക് പണി കിട്ടുമോ എന്നുള്ളൊരു സംശയം നിലനിൽക്കുന്നുണ്ട് ഇവിടുന്ന് മാനുഫാക്ചർ ചെയ്യുന്ന ആൾക്കാർക്ക്. അടുത്ത ഗുണം ഇന്ത്യൻ ടെക്സ്റ്റൈൽസ്, നമ്മൾ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന ടെക്സ്റ്റൈൽസ് അതൊക്കെ യൂറോപ്പിൽ വിൽക്കുമ്പോഴും അവിടെ ടാക്സ് കുറവുണ്ട്. അതായത് ഇവിടുത്തെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിക്ക് അതൊരു ഭയങ്കര ബൂസ്റ്റ് ആയിരിക്കും. അത് മാത്രമല്ല, ഒന്ന് അമേരിക്കയിൽ പോയി പഠിക്കണമെങ്കിൽ H-1B വിസ എന്ന് പറയുന്ന സാധനത്തിനൊക്കെ അപ്ലൈ ചെയ്തിട്ട് പിന്നെ മാനത്തോക്കി ഇരിക്കേണ്ട അവസ്ഥയാണല്ലോ. അപ്പം യൂറോപ്പ് പറഞ്ഞിട്ടുണ്ടാവുന്ന കുഴപ്പമില്ല, നിങ്ങളുടെ പിള്ളേരും പണിക്കാരും ഒക്കെ ഇവിടെ വന്നോട്ടെ, അൺക്യാപ്ഡ് എൻട്രി എന്നൊക്കെ യൂറോപ്പ് പറഞ്ഞിട്ടുണ്ട്. മൊത്തത്തിൽ നമ്മൾ വിചാരിക്കണം വരുന്ന 7 വർഷത്തിൽ ഇന്ത്യ യൂറോപ്പുമായിട്ടുള്ള ബിസിനസ് ഇരട്ടിയാവും എന്നാണ് പ്രതീക്ഷ. അതായത് മൊത്തത്തിൽ നമ്മുടെ ബിസിനസ്സിന് ഇത് നല്ലതാണ്. അണ്ണൻ അധികം ഇഷ്ടപ്പെട്ടിട്ടില്ല അവിടെ. അണ്ണന് ചെറിയ വിഷമമുണ്ട്, പിന്നെ കുഴപ്പമില്ല.